കേന്ദ്ര സർക്കാരിൻ്റെ നിയമക്കുരുക്കിൽപ്പെട്ട് മറ്റൊരു ക്രിസ്ത്യൻ സാമൂഹിക സേവന കേന്ദ്രവും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ചട്ടലംഘനം ആരോപിച്ച് FCRA പുതുക്കി നൽകാൻ സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരായിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ അനേകർക്ക് അത്താണിയായ സ്ഥാപനമാണ് തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. വിവിധ രൂപതകളിലൂടെ നിരവധി പേരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളതെന്നും സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത് നിരാശാജനകമാണെന്നും പോണ്ടിച്ചേരി അതിരൂപതയിലെ ഫാദർ ദേവസഹായ രാജ് പറഞ്ഞു. CBCIയുടെ ദലിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ഓഫീസിൻ്റെ മുൻ സെക്രട്ടറി കൂടിയാണ് ഫാദർ ദേവസഹായം. ഇന്ത്യയിൽ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിനുള്ള നിർണായക ലൈഫ് ലൈനായ കർശനമായ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പേരിൽ ഈ വർഷം തന്നെ വേൾഡ് വിഷൻ ഇന്ത്യക്കും സമാനമായ നിയമ നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു. നേരത്തെ FCRA പുതുക്കി നൽകാതിരുന്നതിനെ തുടർന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ നടത്തുന്ന സ്ഥാപനത്തിനും സമാന അനുഭവമുണ്ടായെങ്കിലും പൊതുജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ആഴ്ചകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചു നൽകാൻ സർക്കാർ നിർബന്ധിതരായിരുന്നു. നിയമത്തിൻ്റെ പേരിലും അല്ലാതെയും ക്രൈസ്തവരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ FCRAയുടെ പേരിലുള്ള ഒടുവിലത്തെ ഇരയായിരിക്കുകയാണ് തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. സന്യാസിനിമാരുടെ ഭവനം പിടിച്ചെടുത്ത് അത് കുടിയേറ്റക്കാർക്കും പലായനം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഡയറക്ടറേറ്റാക്കി മാറ്റി നിക്കരാഗോയിലെ ഏകാധിപത്യ ഭരണകൂടം. 2023 ജൂലൈ മാസത്തിൽ ഭരണകൂടം പുറത്താക്കിയ യേശുക്രിസ്തുവിൻ്റെ ദരിദ്ര സഹോദരിമാരുടെ കൂട്ടായ്മ എന്ന സന്യാസിനി സഭയുടെ കീഴിലുള്ള ഭവനമാണ് ഭരണകൂടം പിടിച്ചെടുത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഓഫീസാക്കി മാറ്റിയിരിക്കുന്നത്. നിക്കരാഗോയിലെ ആഭ്യന്തര മന്ത്രാലയം ക്രിമിനൽ മന്ത്രാലയം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭവനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും നിക്കരാഗോയിലെ അഭിഭാഷകയും ഗവേഷകയുമായ മാർത്ത പാട്രിഷ്യ മൊളിന പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഹൈന്ദവരെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഒരു കത്തോലിക്ക പുരോഹിതനും 5 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരും ഉൾപ്പെടെ 7 ക്രൈസ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാരബങ്കി ജില്ലയിൽ തീവ്ര ഹിന്ദു പ്രവർത്തകർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ലക്നൗ രൂപതയിലെ ഫാദർ ഡൊമിനിക് പിൻഡോയാണ് അറസ്റ്റിലായ വൈദികൻ. ലക്നൗ രൂപതയുടെ അജപാലന കേന്ദ്രമായ നവിന്ദയിൽ കൂട്ടമതപരിവർത്തന സംഗമം നടന്നതായിട്ടാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ ആരോപണം. ഈ ആരോപണത്തിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന് ലക്നൗ രൂപതയുടെ ചാൻസലറും വക്താവുമായ ഫാദർ ഡൊണാൾഡ് ഡിസൂസ പറഞ്ഞു. ക്രിസ്ത്യൻ പുരോഹിതനെ തെരുവിൽ വെച്ച് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതിന് 2 പേർ അറസ്റ്റിൽ. ജെറുസലേമിൽ ഓൾഡ് സിറ്റിയിലെ സിയോൺ ഗേറ്റിലാണ് സംഭവം. ജർമ്മൻ ടെലിവിഷൻ ലേഖകനായ ഫാദർ നിക്കോഡമസ് ഷ്നാബലിനാണ് ഒരു വീഡിയോ അഭിമുഖത്തിനിടെ ദുരനുഭവമുണ്ടായത്. യാതൊരു പ്രകോപനവുമില്ലാതെ 2 പേർ വൈദികനെ സമീപിച്ച് മുഖത്ത് തുപ്പുകയും അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്നും വീഡിയോ ചിത്രീകരണം തുടർന്ന വൈദികൻ മറ്റൊരു തെരുവിലെത്തിയപ്പോൾ അക്രമികൾ വീണ്ടും എത്തി മർദ്ദിക്കാൻ ശ്രമിച്ചെങ്കിലും സമീപത്തുണ്ടായിരുന്നവർ വൈദികനെ രക്ഷപ്പെടുത്തി. ഇതിനിടെ ക്രിസ്തുവിനെക്കുറിച്ചും അക്രമികൾ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു പത്രപ്രവർത്തക കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തി ഷെയർ ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിനെ നയിക്കാൻ ഷിമോഗയിൽ നിന്നൊരു യുവതി. സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുപ്രിയ വർഗീസിനെയാണ് സഭ ഉറ്റുനോക്കുന്നത്. ഉത്തരാഖണ്ഡിലെ കാത്ഗോട്ടത്തിലെ സുചേതനയിൽ ചേർന്ന ദേശീയ കൗൺസിലിലാണ് ICYMൻ്റെ ജനറൽ സെക്രട്ടറിയായി സുപ്രിയ തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷത്തോളമായി സംഘടനയുടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച വ്യക്തി കൂടിയാണ് സുപ്രിയ വർഗീസ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.